ത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. അനവധി വർഷങ്ങൾക്ക് മുമ്പാണ് ചൈനയിലെ പ്രസിദ്ധനായ ഭിഷഗ്വരൻ വാങ് ലിയൂങ്ങിനെ വായിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രസിദ്ധനായ അദ്ദേഹം പ്രത്യേകം ഒരു മതത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ചിറകു വച്ചു. ഈ ലോകം തന്നെ ഉണ്ടായതാണ്, അത് പ്രകൃതിയുടെ വികൃതിയാണ്, ഇതിനൊരു സൃഷ്ടാവില്ല എന്ന വാദമൊന്നും ശരിയല്ല. എന്തിനും ഒരു സൃഷ്ടാവ് ആവശ്യമാണ്. അപ്പോൾ ഇതിനൊരു സൃഷ്ടിനാഥനെ കണ്ടെത്തണം. അന്വേഷണമായി അദ്ദേഹം പല മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ചില മതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് വികൃതമായിട്ടാണ്, ബുദ്ധിക്കൊന്നും ദഹിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇസ്ലാമിനെ പഠിക്കാൻ വായിക്കാൻ തയ്യാറാകുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം, ദൈവത്തിന് മാതാവില്ല, പിതാവില്ല, സന്തതിയില്ല എന്നൊക്കെ തുടങ്ങുന്ന ഏകദൈവ സിദ്ധാന്തം അദ്ദേഹത്തെ ആകർഷിച്ചു. ഇതാണ് ശരിയായ സൃഷ്ടാവ്, ഇതാണ് ഇലാഹിൻ്റെ മതം, ഇതാണ് സത്യം എന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നു, മുന്നോട്ട് വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വേറെ ഏതോ മതക്കാരൊക്കെ ചില ഓഫറുകളുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചത്രേ. പക്ഷേ ഓഫറുകളുടെ പിന്നിലൊന്നും പോയില്ല. യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തുക, യഥാർത്ഥ മതത്തെ ആസ്വദിക്കുക അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഷഹാദത്ത് കലിമത്തുൽ ഇസ്ലാം സ്വീകരിച്ച സലീം വാങ് ലിയൂങ് പിന്നീട് വിശുദ്ധ മക്ക, പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സമീപം എത്തിയ അനുഭവം പറയുന്നുണ്ട്. ആ കഅബാലയം അങ്ങ് കണ്ടപ്പോൾ, ആ സമീപത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സുകൾക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ചലനം, ചൈതന്യമുണ്ടായി. അദ്ദേഹം തന്നെ വിവരിക്കുന്നു, ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തുൽ റൗദാ ശരീഫിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. എന്തൊരു പരിവർത്തനമാണ് സലീം വാങ് ലിയൂങ്ങിൽ ഉണ്ടായത്. അതെ, അത് ഈമാനാണ്. വിശ്വാസം അങ്ങ് ആഴത്തിൽ തറച്ചപ്പോൾ കഅബാലയം നേരിൽ കണ്ട ഒരു പ്രത്യേക അനുഭൂതി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ ചെന്നാൽ അതിലും വലിയ എന്താണ് അനുഭൂതി? തർക്കമില്ലല്ലോ. കാരണം കഅബ ഉൾപ്പെടെയുള്ള ഈ ലോകത്തെ എന്തിനേയും സൃഷ്ടിക്കാൻ കാരണഭൂതനായ മുത്തനബിയുടെ ഹദ്റത്തിലല്ലേ എത്തിയത്. അത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്, ഈമാനിൻ്റെ പവറാണ്. എന്താ അവസരോചിതം ഇത് സൂചിപ്പിക്കാൻ കാരണം? ഇതാ ജനലക്ഷങ്ങൾ ഈ കൊച്ചു കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് വരെ ആയിരങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന് ചുറ്റുമായിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ. അവരെല്ലാം റൗളാ ഷരീഫിൽ ചെന്നു മുത്തനബിക്ക് സ്വലാത്തും സലാമും പറഞ്ഞു. എന്തായിരിക്കും അവർക്ക് ഹൃദയത്തിനുണ്ടായിരുന്ന ഒരു ചൈതന്യം? ഇതാ ഹാജിമാർ ഇപ്പോൾ ദുഃഖത്തോടെയാകാം മടക്കം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തഈബൂൻ ആബിദൂൻ, അല്ലാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ച് ഇതാ ഞങ്ങൾ ഖേദിച്ച് നിന്നിലേക്ക് ഇബാദത്തുകൾ സമർപ്പിച്ച് അല്ലാഹുവേ മടങ്ങുന്നു എന്ന് അവർ ദിക്റുകൾ പാരായണം ചെയ്ത് അവസാനമായി വിദാഇൻ്റെ തവാഫും ചെയ്ത് ഇരിക്കുമ്പോൾ വിശ്വാസിയാണോ, അവരുടെ മനസ്സിൽ ഒരു ഞെട്ടലുണ്ടാകും, ഒരു ദുഃഖത്തിൻ്റെ ഞെട്ടൽ. ഇതാ ഞങ്ങൾ ഈ പുണ്യഭൂമിയിൽ നിന്ന് കൊണ്ട് യാത്രയാണല്ലോ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിൽ നിന്നും സിയാറത്തൊക്കെ കഴിഞ്ഞ് പോരുമ്പോഴും മനസ്സുകൾ പിടക്കില്ലേ? അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹ്ദി ബിഹർമി റസൂലിക വയസ്സിർ ലിൽ ഔദ ഇലൽ ഹറമൈൻ. അല്ലാഹ് മുത്തനബിയുടെ ഹദ്റത്തിലേക്കുള്ള ഈ വരവ് അവസാനത്തേതാക്കല്ലേ. ഇരു ഹറമിലേക്കും വരാൻ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് എളുപ്പമാർഗങ്ങൾ തുറന്നു തരണേ. ഇത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. ആ പ്രാർത്ഥനകൾ ഉണ്ടാകും. ഏതായാലും മനസ്സുകൾക്ക് ഏറെ ആനന്ദം പകർന്ന് ആത്മീയത കൈവരിച്ച് ജനലക്ഷങ്ങൾ അവരുടെ പ്രദേശത്തേക്കൊക്കെ മടങ്ങി വരുമ്പോൾ ഇതാ അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക സ്വാഭാവികം. ഹാജിമാർ മടങ്ങി വരുമ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഹാജിമാരെ സ്വീകരിക്കുന്നവർ നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. വഗഫറ ദംബക്, അങ്ങയുടെ പാപം അള്ളാഹു പൊറുക്കട്ടെ. അതുപോലെ വഅഖ്ലഫ നഫഖതക, നിങ്ങൾക്ക് ചെലവായ സംഖ്യക്ക് പകരം അള്ളാഹു നൽകട്ടെ. ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നാം അവർക്ക് സലാം സമർപ്പിച്ച് സ്വീകരിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും പുണ്യഭൂമിയിലെത്തി മനസ്സുകൾക്ക് തഖ്വയുടെ ആധ്യാത്മികയുടെ ഉത്തുംഗതയിലേക്ക് അതിനുള്ള വഴികൾ തുറക്കാൻ അള്ളാഹു അവസരം നൽകട്ടെ. ഹാജിമാർക്ക് അഭിവാദ്യമർപ്പിക്കാനുള്ള സന്ദർഭവും അള്ളാഹു നമുക്കേകട്ടെ. എന്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ? അൽ ഹജ്ജാജു വൽ ഉമ്മാറു ഫദുല്ലാ. ഹാജിമാർ ഉംറയ്ക്ക് പോയവർ അള്ളാഹുവിൻ്റെ സംഘമാണ്. പടച്ചവനിലേക്ക് ചേർത്തി പറയുമ്പോൾ ആ ഹാജിമാർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് നിർവഹിച്ച കർമ്മങ്ങളിലേക്കും നിമിഷങ്ങൾ നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിയണം. അല്ലെങ്കിലും ഈ കഴിഞ്ഞ ഹജ്ജ് കർമ്മങ്ങൾ, മസ്ജിദുൽ ഹറാം, കഅബാലയം, റൗള ശരീഫ്, അതുപോലെ ബലി പെരുന്നാൾ, അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം തുടങ്ങിയ മഹാപുരുഷന്മാർ, അതേപോലെ പുണ്യസ്ഥലങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ഇതെല്ലാം നമുക്ക് ഗംഭീരമായ ചില ഉണർത്തലുകളാണല്ലോ നൽകിയത്. ആ ഉത്ബോധനങ്ങളിൽ നിന്ന്, ഉദ്ഘോഷങ്ങളിൽ നിന്ന് ഗഹനമായ ആലോചനകൾ, ചിന്തകൾ നാം പ്രാപിച്ചെടുക്കണം. ആ ചിന്തകൾക്കനുസൃതമായി മില്ലത്ത് സുന്ദരമായ വളരെ ബൃഹത്തായ ആ പാതയത്തിലൂടെ സഞ്ചരിച്ച് ജീവിതം വളരെ ക്രമപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞ കൂടി വളരെ അവസരോചിതമാണ്. ഇപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമിനെയാണ് വലിയ പെരുന്നാൾ നാട്ടിലുള്ളവരായാലും പുണ്യ ഹറമുകൾ എത്തിയവരായാലും കൂടുതൽ അനുസ്മരിച്ചത്. എൻ്റെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ബത്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്. അള്ളാഹു അവൻ്റെ കലിമത്തുകളെ കൊണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ പരീക്ഷിച്ചപ്പോഴെല്ലാം ഫത്തമ്മഹുന്ന, വേണ്ട വിധം അത് പൂർത്തീകരിച്ച് വേണ്ട വിധത്തിൽ അതിജയിക്കാൻ, സുന്ദരമായി അതിനെ കൈകാര്യം ചെയ്യാൻ പ്രവാചകന് കഴിഞ്ഞു. അങ്ങിൽ നമുക്ക് നോക്കുക, പരീക്ഷണങ്ങൾക്കൊക്കെ ശേഷം പിന്നീടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ട് അങ്ങേ ഞാൻ ഇമാമാക്കുന്നു, നേതാവാക്കുന്നു, സാരഥിയാക്കുന്നു. അത് ലീഡർഷിപ്പിന് ചില ക്വാളിറ്റികളൊക്കെ ഉണ്ട്. ഞാൻ നേതാവാണെന്ന് അഹങ്കരിച്ചാൽ പോകാം, അഹംഭാവം പോരാം. നേതാവാകാൻ കൊതിക്കുകയല്ല വേണ്ടത്. പിന്നെ നേതൃഗുണങ്ങൾ ഒത്തവർ, അവരാണ് യഥാർത്ഥത്തിൽ നേതാവ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം അത് പ്രാപിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. വലിയൊരു സമ്പന്നനാക്കി പ്രവാചകനെ അല്ലാഹു പരീക്ഷിച്ചു. എന്നാൽ അതൊക്കെ വേണ്ട വിധത്തിൽ ദാനം ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടായില്ല. ദാരിദ്ര്യം നൽകിയും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ സമയത്ത് വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലാതെ സഞ്ചിയുമായി ഇറങ്ങി നടന്ന പ്രവാചകൻ ഒന്നും കിട്ടാതെ മടങ്ങി വന്ന് സഞ്ചിയിൽ എന്തോ വസ്തുക്കൾ നിറച്ച് വീട്ടിൽ കിടന്നുറങ്ങി. എന്നാൽ വീട്ടുകാർ നല്ല ഭക്ഷണവുമായി പിന്നീട് ഇബ്രാഹിം നബി സൽക്കരിക്കുക. ഇത് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ സച്ചിയിൽ കൊണ്ടുവന്നത് എന്ന് മറു പറഞ്ഞപ്പോൾ കണ്ടോ പടച്ചവൻ്റെ ആ പരീക്ഷണത്തിൽ വിജയിച്ചത്. എന്നാൽ നമുക്ക് നോക്കാം, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറിയ പ്രിയപ്പെട്ട തുല്യ വ്യക്തിത്വമായിരുന്നല്ലോ. ആ ഒരൊറ്റ കാര്യം തന്നെ ധാരാളം പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്ന പതിവ്, ഭക്ഷണം പാകമായാൽ ഇറങ്ങി നടന്ന് അനവധി ദൂരം സഞ്ചരിച്ച് ആരെങ്കിലും വിശക്കുന്നവരുണ്ടോ എന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് തന്നോടൊപ്പം ഇരുത്തുക എന്ന പതിവ് ചരിത്രത്തിൽ എത്ര മഹിതമായ ഒരു ഏട്ടായി കിടക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ ഇന്നത്തെ യുഗങ്ങളിലെ കാലഘട്ടത്തിലെ ദാരിദ്ര്യവും അതുപോലെ ഭക്ഷ്യക്ഷാമവും അതുപോലെ വിഷമിക്കുന്ന ചില അവസ്ഥകളും അത് കണ്ടറിയുന്നവരുണ്ട്, കാണാതെ പോകുന്നവരും ഒക്കെ ഉണ്ട്. നല്ല ഭരണകൂടങ്ങളുണ്ട്, പാവപ്പെട്ടവർ, കൃപയുള്ളവർ. അതേസമയത്ത് സ്വന്തം ഖജാവിലെ പണം കൊണ്ട് അഹങ്കരിക്കാനും സ്വന്തം നന്നാകാനും കുതിക്കുന്ന അങ്ങനത്തെയും ഭരണത്തലവന്മാരൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഖലീലുല്ലാഹിൽ നിന്നുകൊണ്ട് പാവങ്ങളോടുള്ള കൃപ ഒന്ന് പുതുക്കാൻ ഈ അവസരം സന്ദർഭവേകണം. ഹജ്ജ് വേളയായതുകൊണ്ട് ഇവിടെ സാധു സംരക്ഷണം കൂടി ചേർത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. ഒരു വേള ഹജ്ജ് കഴിഞ്ഞ് ഹറമിൽ വിശ്രമിച്ചു മയങ്ങിപ്പോയി. ഒരു സ്വപ്നം കാണുക, രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു. മലക്കുകൾ, ഒരാൾ ചോദിക്കുന്നു മറ്റേ മലക്കിനോട്, ഈ വർഷം എത്ര പേർ ഹജ്ജ് ചെയ്തു? 6 ലക്ഷം. എത്ര പേര് ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു? ഒന്നും സ്വീകരിച്ചില്ല. എന്നിട്ട് പിന്നീട് മലക്ക് പറഞ്ഞു,
അത് ഡെമസ്കസിൽ മുവഫഖ് എന്ന ഒരു മനുഷ്യനുണ്ട്. ചെരുപ്പ് തുന്നലാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ആ പാവപ്പെട്ട ആൾ ഈ കൊല്ലം ഹജ്ജിന് വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടി. ആ ഹജ്ജിൻ്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ഈ വർഷം ചെയ്ത എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി മുബാറക് എന്ന മഹാൻ പറയാണ്, എന്നാൽ ഡമാസ്കസിലേക്ക് പോയി അദ്ദേഹത്തെ കാണാൻ ഞാൻ തിരക്ക് കൂട്ടി. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ ഉയർച്ച ലഭിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ വർഷങ്ങളായി ഹജ്ജിന് പോകാൻ ശ്രമിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അല്പാൽപ്പം ശേഖരിച്ച് 300 ദിർഹം സംഘടിപ്പിച്ചു. എൻ്റെ ഗർഭിണിയായ ഭാര്യ അയൽവക്കത്തുനിന്നൊരു മാംസത്തിൻ്റെ വാസന കേട്ടപ്പോൾ അത് കഴിക്കാൻ ആഗ്രഹം. ഞാൻ ആ വീട്ടിൽ ചെന്ന് അല്പം കിട്ടുമോ എന്ന് അന്വേഷിച്ചു ഭാര്യയ്ക്ക് കൊടുക്കാൻ. വീട്ടിൽ ഉമ്മ പറഞ്ഞു, എൻ്റെ അനാഥമായ മക്കളെ കാര്യം, ഞങ്ങളുടെയും കാര്യം വളരെ കഷ്ടം. മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അങ്ങനെ ഞാൻ എന്തെങ്കിലും ശേഖരിക്കാൻ ഇറങ്ങി വന്നു. ചത്തൊരു കഴുതയെ കണ്ടു. അതിൻ്റെ ഒരു കഷ്ണം മാംസം ഞാൻ വേവിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ. ഞങ്ങൾക്കത് അനുവദനീയമാണ് ജീവൻ നിലനിർത്താൻ, നിങ്ങൾക്കത് നിഷിദ്ധമാണ്, തെറ്റാണ് കഴിക്കൽ. ആ മാംസത്തിൻ്റെ വാസനയാകാം നിങ്ങളുടെ ഭാര്യയ്ക്ക് ശ്വസിക്കാൻ കഴിഞ്ഞത്. മഹാനായ ഈ വ്യക്തിത്വം ഈ ഹജ്ജിന് പോകാൻ കൊതിച്ച ഇദ്ദേഹം മടങ്ങി വന്ന് ആ വർഷം ഹജ്ജിന് പോകാൻ കരുതിയിരുന്ന സംഖ്യ ആ പാവപ്പെട്ട വീട്ടിൽ അവരെ വിഷമങ്ങൾ അകറ്റാൻ കൊടുത്തു എന്നാണ്. കാരണം വീട്ടുപിടിക്കൽ തന്നെ ഹജ്ജുണ്ടല്ലോ എന്ന് കരുതി. നോക്കുക, അള്ളാഹു ഹജ്ജിൻ്റെ പ്രതിഫലം നൽകിയെന്ന് മാത്രമല്ല, ആ വർഷം വന്ന ഹാജിമാരുടെ പിഴവുകളൊക്കെ അള്ളാഹു പരിഹരിച്ച് ഈ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട്. അപ്പോൾ ഹജ്ജ്, ഉംറ, മതകർമ്മങ്ങളൊപ്പം ഇബ്രാഹിം നബി ഇസ്ലാം കാണിച്ചിരുന്ന പാവങ്ങളോടുള്ള, സാധുക്കളോടുള്ള, വിഷമിക്കുന്നവരോടുള്ള, അവശരോടുള്ള, അവഗണിക്കപ്പെട്ടവരോടുള്ള ഒരു വിധേയത്വം, ഒരു കൃപ, അത് വളരെ പ്രധാനമാണ് എന്നുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഖലീലുള്ളാഹി വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഖദ് ഖദ്ദമ ജസദഹു ലിന്നിറാൻ ഖദ്ദമ മാലഹു ലിൽളിഫാൻ ഖദ്ദമ ഇബ്നഹു ലിൽഖുർബാൻ വകാന ഇദാക ഖലീലർ റഹ്മാൻ. അതേ, ശരീരം തീയിലേക്ക് സമർപ്പിച്ചു, സമ്പത്ത് വിരുന്നുകാർക്ക് സമർപ്പിച്ചു, മകനെ ബലികർമ്മത്തിന് ഖുർബാൻ സമർപ്പിച്ചു. ഇതുകൊണ്ടൊക്കെ ഖലീലുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ സ്നേഹിതനായി മാറി. തീകുണ്ടത്തിലേക്ക് അന്നത്തെ കിരാത ഭരണത്തിൻ്റെ ശിക്ഷാമുറ തീരിട്ടല്ലോ. പക്ഷേ ഇബ്രാഹിം നബിയുടെ ഗാഢമായ ദൃഢമായ വിശ്വാസം കൊണ്ട് ആ തീനൊരു പോർലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധ ഖുർആൻ കാണാം, അള്ളാഹുവിൻ്റെ കൽപ്പന കൂനിയ ബർദം വസലാമൻ അല ഇബ്രാഹിം. ഇബ്രാഹിം നബി ഇസ്ലാമിന് രക്ഷയാകണം, തീയെ കരിക്കാൻ പാടില്ല. അപ്പോൾ അതിലെല്ലാം വിക്ഷയിച്ചല്ലോ. അതുപോലെ തന്നെ സമ്പത്ത് മറ്റുള്ളവർക്ക് സമർപ്പിച്ചത്, മകന് വളരെ വാർദ്ധക്യത്തിൽ ലഭിച്ച മകൻ, ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പനയാണോ? പക്ഷേങ്കിൽ ഇതാ ഞാൻ റെഡി, അതിന് തയ്യാറായി. പക്ഷെ അള്ളാഹു പറഞ്ഞു, അത് സദ്ദക്തറുയ്യ, ഇത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അങ്ങ് ശ്രമിച്ചു, പക്ഷേ ബലി കർമ്മം ഇവിടെ ഉദ്ദേശമില്ല, ഇതങ്ങ് പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് റഹ്മാൻ്റെ ഖലീൽ. കൂട്ടരെ ചിന്തിക്കേണ്ടി, നാം ആലോചിക്കണ്ടേ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ മക്കയിലെ ഇമാമാണെന്ന് തോന്നുന്നു, ഇബ്രാഹിം നബിയുടെ സംഭവങ്ങളെക്കുറിച്ചുള്ള, ഈ ബലികർമ്മത്തെക്കുറിച്ച്, മകനെ അറുക്കാൻ, അങ്ങനെ മകനും പിതാവും അതിന് സമ്മതമായ ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതി അദ്ദേഹത്തിന് അത് മുഴുമിപ്പിക്കാൻ, പൂർത്തിയാക്കാൻ അദ്ദേഹം കരഞ്ഞ് ദുഃഖിതനായി വിഷമിക്കുന്ന ഒരു രംഗം കണ്ടോ. അധികം പ്രായമില്ല ഇമാം, പക്ഷേ വിശുദ്ധ ഖുർആന്റെ ഉൾവിളി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങി. സാന്ദർഭികം സൂചിപ്പിക്കുന്നത്, നമ്മളും ആലോചിക്കുന്നവരാകണം, നമ്മളും ചിന്തിക്കുന്നവരാകണം. ഇതാ അറഫ, എത്രയോ ജനലക്ഷങ്ങൾ അവിടെ സമ്മേളിച്ചു. ഇബ്ലീസിനോട് നാം ദീർഘമായി പ്രഖ്യാപിച്ചു, ഹാജിമാർ പ്രഖ്യാപിച്ചു, നാട്ടിൽ നിന്ന് നമ്മളും, എടാ നിൻ്റെ വഴിയിൽ ഞങ്ങളില്ല. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം മകനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്കിൽ ഇബ്രാഹിം നബി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. മോൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ബലി കഴിക്കാനോ? പോടാ, നിനക്ക് പോകാം, ഞാൻ എൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനയിലാണ് എന്ന് ധീരമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ബലി പെരുന്നാൾ കഴിഞ്ഞ ഈ ഉണർത്തലും ബോധവൽക്കരണത്തിനൊക്കെ ശേഷം നമ്മൾ വളരെ ചിന്താകുലരാകണം. നമ്മളുടെ പരിസരങ്ങൾ ശരിക്കും നാം കണ്ണോടിച്ചുകൊണ്ട് ഭൗതികതയ്ക്ക് കീഴ്പ്പെടാതെ, ഇലാഹി വിരുദ്ധ ചിന്തകൾക്ക് വഴിപ്പെടാതെ, സർവശക്തനായ അള്ളാഹുവിലേക്ക് സമർപ്പിത മനസ്സുമായി നീങ്ങാൻ ഈ വേളയിൽ നാം പ്രതിജ്ഞാപ്തരാകുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നടത്തിയ പ്രഭാഷണം
ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഏടല്ലേ, ഒരു പ്രഭാഷണമല്ലേ. എന്തൊക്കെയാണ് അവിടുന്ന് ഉത്ബോധിപ്പിച്ചത്. അത് അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിനെ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ, സ്ത്രീകളോട് കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതാ അറബിക്ക് അനർബിയേക്കാൾ വലിയ സ്ഥാനമൊന്നുമില്ല, അതുപോലെ വെളുത്തവൻ കറുത്തവനേക്കാൾ വലിയ ബഹുമതിയൊന്നുമില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, ഇതാ അയ്യങ്കാളി ദിനം 2 ദിവസം പാണല്ലോ കഴിഞ്ഞത്. ഉച്ച നീചത്വങ്ങൾക്കെതിരെ, തൊട്ടുകൂടായ്മക്കെതിരെ ശക്തമായി ഒരു പോരാട്ടം നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നല്ലോ. എന്തായാലും അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഇന്നും ഇത്തരം ചില ഉച്ചനീചത്വങ്ങളും മനുഷ്യത്വരഹിതമായ ചിന്തകളും വെച്ച് പുലർത്തുമ്പോൾ നമുക്കിവിടെ മനുഷ്യത്വത്തിൻ്റെ മാനുഷിക മൂല്യങ്ങളുടെ മഹിതമായ ഏടുകൾ തുന്നിച്ചേർത്ത പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലേക്കും ഖുർആൻ്റെ അധ്യാപനങ്ങളിലേക്കും ഖലീലുള്ളാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനുഷ്യ സേവനത്തിലേക്കുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. കോളനി എന്ന പദം നമ്മുടെ ഗവൺമെൻറ് രേഖകളിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടി സ്വാഗതാർഹമാണ്. അതെന്തോ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഇംഗ്ലീഷുകാരുടെ ഒരു സമ്മാനമായിരുന്നു, അവരെ ഒരു വിശേഷിപ്പായിരുന്നു എന്നൊക്കെ കാണാൻ കഴിഞ്ഞു. അതെ, മാറ്റങ്ങൾ വരട്ടെ. ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും, അതിനെ കീഴാള ജാതി, അങ്ങനെ ഒരു ജാതിയില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ്. തഖ്വ കൊണ്ടാണ് വ്യത്യാസം വരുന്നത്. പടച്ചവനുള്ള വ്യക്തിയും തഖ്വയും ആർക്കാണോ കൂടുതൽ അവരുന്നതർ. അല്ലാത്തവർ എത്ര കാശുണ്ടായാലും എത്ര നിറമുണ്ടായാലും അവർക്ക് താഴെയാണ്. അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ തഖ്വയും ഈമാനും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട്, മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് നമുക്ക് ഇലാഹി മാർഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ഈ കഴിഞ്ഞ ബലിപ്പെരുന്നാൾ, അതേപോലെ അറഫ ഉൾപ്പെടെയുള്ള ഹജ്ജ് കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള വിശുദ്ധ റൗളയുടെ മനോഹരമായ പരിസരങ്ങൾ ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങൾ, സ്ഥലങ്ങൾ, കർമ്മങ്ങൾ, നിമിഷങ്ങൾ എല്ലാം നമുക്ക് പ്രചോദനമായി തീരേണ്ടതുണ്ട്. അതെ, ഗഹനമായ ആലോചനകളിലേക്ക് കടന്ന് നന്മയുടെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.